കൂട്ടുകാരെ, അർജുന്റെ വേർപാട് കാരണക്കാരിയായ നന്ദ ഇനി പിങ്കിക്ക് കൊടും ശത്രുവും. അതേ പ്രേക്ഷകരെ, നമുക്ക് ഇനി ആ ഒരു ഇന്ത്യവരത്തെ നടക്കുന്ന സംഭവങ്ങൾ, ഇന്ത്യവരത്തിൻ്റെ ആ ഒരു എന്താ പറയുക ദുർവിധി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെ പറയാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നന്ദയ്ക്കൊപ്പം നമ്മുടെ അർജുനും പിങ്കിയും നന്ദയെ കൊണ്ടാക്കാൻ വരുന്നതാണ് നമ്മുടെ ഏലപ്പാറയിലേക്ക്. പക്ഷേ അവർക്കെന്തോ കുറച്ച് ദിവസം അവിടെ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മുടെ രാധിക കുറേ ആ ഒരു ക്ഷേത്രത്തിലൊക്കെ കുറേ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടാകും നമ്മുടെ നന്ദയ്ക്ക് വിശേഷമാകാൻ വേണ്ടി. അപ്പം അതൊക്കെ നടത്തിയിട്ട് പോകാം എന്ന് നമ്മുടെ രാധിക പറയുമ്പോൾ ഇവർ മൂന്നുപേരും കൂടി ഏലപ്പാറയിൽ നിൽക്കുവാട്ടെ നമ്മുടെ രാധികയ്ക്കൊപ്പം നമ്മുടെ നന്ദയും അർജുനും പിങ്കിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ ബാലാജിയും നമ്മുടെ പുഷ്പനൊക്കെ ചേർന്ന് ആ ഒരു ചതി ഒരുക്കുന്നതും നമ്മുടെ നന്ദയെ അവിടെ നിന്നും എന്താ പറയുക തട്ടിക്കൊണ്ടുപോയി വക വരുത്താൻ ശ്രമിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ അർജുൻ അതിൽ ഇടപെടുകയും അർജുനും എന്തൊക്കെയോ അപകടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അർജുൻ ഈ ഒരു അപകടം വരാൻ കാരണക്കാരിയായ നന്ദയെ വെറുക്കുന്ന ഒരു മുഹൂർത്തങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത്. നമ്മുടെ അർജുനും പിങ്കിയും അടുത്തിട്ട് അധികം ദിവസങ്ങളും ആയല്ലോ, കുറച്ച് ദിവസങ്ങളായുള്ളൂ അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹം പ്രേമിച്ച് കൊതു തീരും മുമ്പേ തന്നെ അർജുൻ അപകടത്തിൽപ്പെട്ടതിൻ്റെ എല്ലാ ദേഷ്യവും നന്ദ കാരണമാണല്ലോ എന്നോർത്ത് നന്ദയോട് തീർക്കുന്ന ഒരു പിങ്കിയെ തന്നെയാട്ടോ നമുക്ക് ഇനി കാണുവാൻ സാധിക്കുന്നത്. പഴയ പിങ്കിയിലേക്ക് ഒരു തിരിച്ചു പോക്കോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള രംഗങ്ങളും നമുക്കിനി ചന്ദ്രകാന്തൻ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അർജുൻ മരിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.